തിരുവാതിര. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു പുതിയ തിരുവാതിര യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പെട്ടെന്നുള്ള ഒരു തിരുവാതിരയായിരുന്നു. ഇത് ഞങ്ങൾ പെട്ടെന്നാണ് ഈ തിരുവാതിരയിലേക്ക് വന്നത്. ഞങ്ങൾ ഇവിടെ ഒരു ഓണാഘോഷ പരിപാടി, നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു കൈരളി ക്ലബിന്റെ ഓണാഘോഷ പരിപാടിക്ക് ഞങ്ങൾ ഒരു സിനിമാറ്റിക് ഡാൻസിലൂടെയാണ് ഞങ്ങളിപ്പോൾ നിളങ്കി എന്ന് പറയുന്ന ഈ ഒരു മോഡേൺ തിരുവാതിര സംഘത്തിലേക്ക് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ്. ചേട്ടന്റെ പേര് ശരത് എന്നാണ്. പിന്നെ ചേട്ടന്റെ വൈഫ് അനഘ. ഞങ്ങൾക്ക് കട്ട സപ്പോർട്ട്. അതെ, ഞങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത് അവരാണ് ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നത്. അതെ, ഇപ്പം കളിക്കുമ്പോഴാണേലും ഞങ്ങൾക്ക് സ്റ്റെപ്പ് പറഞ്ഞു തരാനും ഒക്കെ അക്കയാണ് ഞങ്ങളോട് നിൽക്കാറ്. ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതെ, അപ്പം നല്ല രീതിയിൽ തന്നെയാണ്. ഇപ്പം എവിടെയാണ് തെറ്റ് കറക്റ്റ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തെറ്റ് എന്താണ് ശരി എന്താണെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലാണ് ഇപ്പൊ വരെ നമ്മുടെ തിരുവാതിര മുമ്പോട്ട് പോകുന്നത്. അപ്പം ഇനി ഞങ്ങൾക്ക് നവംബറിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ അടുത്തൊരു അമ്പലത്തിൽ തന്നെ ഉത്സവമാണ്, കാർത്തിക മഹോത്സവമാണ്. അപ്പം അവിടെ നമുക്കൊരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്. അതിനുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം തന്നെ, ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാമിന് ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി. 5000 രൂപ ഞങ്ങൾക്ക് കിട്ടി. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ 8 പേരാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ അകത്തേക്ക് അവർ ചേർക്കും. അതെ, ഇപ്പൊ ഈ അടുത്തുള്ളവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ എന്താ പറയാ, അപ്പൊ ഞങ്ങൾ ഈ മത്സരം കളിക്കുക തന്നെ, ഇപ്പം മത്സരത്തിന് വേണ്ടി അത്രയും നല്ല ഇതായിട്ട് കളിക്കുന്ന ടീംസ് ഉണ്ടായിരുന്നു. ഒരു 5-6 ടീംസ് ഉണ്ടായിരുന്നു. 6 ടീംസോളം ഉണ്ടായിരുന്നു. അവരുടെ കൂടെ മത്സരിച്ചിട്ടാണ് ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടിയത്. ഞങ്ങൾ ആദ്യമായിട്ട് കളിക്കുന്നൊരു ഇതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? 10000 രൂപയും സെക്കൻഡ് പ്രൈസ് 5000 രൂപയായിരുന്നു. ഞങ്ങൾക്ക് സെക്കൻഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് പോയി. ഇനി അപ്പൊ ആ ഒരു സെക്കൻഡ് പ്രൈസ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഇനിയും കളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ഞങ്ങൾക്ക് ഇവിടെ അവസരം കിട്ടി. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു അമ്പലത്തില് നവംബറിൽ ഞങ്ങൾക്ക് കളിക്കാനായിട്ട് അവസരം കിട്ടി. മോഡേൺ തിരുവാതിര അല്ല, അത് ദേവസ്വം ബോർഡിന്റെ അമ്പലമായതുകൊണ്ട് അവിടെ മോഡേൺ തിരുവാതിര പറ്റത്തില്ല. അതുകൊണ്ട് അപ്പൊ സാധാ തിരുവാതിര. ഞങ്ങള് ഇത് കഴിഞ്ഞിട്ട് ഇനി കൂടുതൽ വരും. അതെ, ഇനിയും ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് വരും. അതിനകത്ത് തിരുവാതിര മാത്രമല്ല കേട്ടോ, ഞങ്ങള് എവിടെയൊക്കെ പോകും, ഞങ്ങളുടെ ഔട്ടിങ്, ഞങ്ങൾ ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത് വീഡിയോസ് ആക്കി ഇടും. അല്ലാണ്ട് തിരുവാതിര മാത്രമല്ല ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടായിരിക്കണം. അതെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.